മക്കളെ, ഇതൊരു സ്റ്റുഡൻറ്റ് കമൻറ്റ് ചെയ്തതിനനുസരിച്ചെടുക്കുകയാണ്. പാനീരേ പാനി എന്ന ചാപ്റ്റർ CBSE ഹിന്ദി 4ാമത്തെ ചാപ്റ്ററാണിത്. പാനീരേ പാനി. വെള്ളം, ഇതിൽ വെള്ളത്തിനെ കുറിച്ചാണ് പറയുന്നത്. വെള്ളം തന്നെ വെള്ളം, വെള്ളം വെള്ളം, എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് വെള്ളം വേണം അല്ലേ? അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. കഹാം സേ ആത്താ ഹേ ഹമാരാ പാനി. എവിടെ നിന്നാണ് നമ്മുടെ വെള്ളം വരുന്നത്? കഹാംസെ എവിടെ നിന്ന്, ആത്താഹെ വരുന്നത്, ഹമാരാ പാനി നമ്മുടെ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്. ഔർ ഫിർ കഹാം ചലാ ജാത്താഹെ അത് എവിടേക്ക് പോകുന്നു. ഔർ ഫിർ പിന്നീട്, കഹാം എവിടെ, ചലാ ജാത്താഹെ പോകുന്നു, ഹമാരാ പാനി നമ്മുടെ വെള്ളം. നമ്മുടെ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? മഴയായാൽ പിന്നെ ഒരുപാട് വെള്ളമാണ് അല്ലേ? അപ്പോൾ ഈ വെള്ളം, ഇത്രയും അധികം വെള്ളം എവിടെ നിന്ന് വരുന്നു, പിന്നെ എങ്ങോട്ട് പോകുന്നു? പിന്നെ വേനലായാൽ വെള്ളത്തിന് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് വരിക അല്ലേ? ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ. മഴയാണെങ്കിലോ വെള്ളം കൂടിയിട്ടുള്ള പ്രയാസം. അതാണ് പറഞ്ഞത്, എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്, പിന്നെ ഈ വെള്ളമൊക്കെ എങ്ങോട്ട് പോകുന്നു. ഹംനെ കബി ഇസ് ബാരേമേ കുച്ച് സോച്ചാ ഹേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകില്ല. നമ്മളിതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹംനെ കബി ഇസ് ബാരേമേ കുച്ച് സോച്ചാ ഹേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ. സോച്ചാ തോ നഹി ഹോഗാ ശായദ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഷായത് ഒരു പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകില്ല. പർ ഇസ് ബാരേമേ പടാ സരൂർ ഹേ അപ്പം എന്താണ്, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പടാ സരൂർ ഹേ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇസ് ബാരേമേ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. भूगोल की किताब पढ़ते समय जल चक्र जैसी बातें हमें बताई जाती है. भूगोल की किताब पढ़ते समय ഭൂമിശാസ്ത്രം, ഭൂഗോൾ പറഞ്ഞാൽ ഭൂമിശാസ്ത്രം, ഭൂഗോൾ കി കിതാബ് ഭൂമിശാസ്ത്ര പുസ്തകം വായിക്കുന്ന സമയത്ത് ജലചക്ര ജൈസി ജലചക്രം പോലുള്ള, ജൈസി പറഞ്ഞ അതുപോലെയുള്ള, ജലചക്ര ജൈസി ജലചക്രം പോലെയുള്ള, ബാത്തേം കാര്യങ്ങൾ, ഹമേ ബതായി ജാത്തി ഹേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ഹമേ ബതായി ജാത്തി ഹേ ജലചക്രം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ഏക് സുന്ദർ സാ ചിത്ര ബി ഹോത്താ ഹേ ഈ പാഠത്തിനൊപ്പം എന്തുണ്ട്? ഏക് സുന്ദർ സ ഒരു ഇസ് പാഠ് കെ സാത്ത് പറഞ്ഞാൽ ഈ പാഠത്തിനൊപ്പം ഏക് സുന്ദർ സാ ചിത്ര ബി ഹേ ഒരു സുന്ദരമായ ചിത്രം കൂടെയുണ്ട്. ഈ പാഠത്തിനോടൊപ്പം ഒരു മനോഹരമായ ചിത്രവുമുണ്ട്. ആ ചിത്രത്തിൽ എന്തൊക്കെയുള്ളത്? സൂരജ്, സമുദ്ര, ബാദൽ, ഹവ, ധർത്തി, ഫിർ बरसात की बूंदें और लो फिर काती हुई एक नदी और उसके किनारे बसा तुम्हारा हमारा घर गाँव या शहर. അപ്പം ഈ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളതെന്നാ പറഞ്ഞത്? സൂര്യൻ, നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ചിത്രത്തിൽ സൂര്യനെ. എന്താ സൂര്യനുണ്ട് കണ്ടോ? നിങ്ങളുടെ ചിത്രത്തിൽ സൂര്യനുണ്ട്. പിന്നെ എന്താണുള്ളത്? കടലുണ്ട്. പിന്നെന്താ ഉള്ളത്? കടലുണ്ട്. പിന്നെന്താ ഉള്ളത്? മേഘങ്ങളുണ്ട്. കാറ്റ് ഇതിലുണ്ട്. പിന്നെന്താണ്? ഭൂമി ഉണ്ടല്ലോ. ഭൂമിയുണ്ട്. പിന്നെ മഴത്തുള്ളികളുണ്ട്. ഹവാ ധർത്തി ഫിർ ബർസാത്ത് കി ബൂന്തേ പറഞ്ഞാൽ മഴത്തുള്ളികളുണ്ട്. പിന്നെ ഒഴുകുന്ന നദിയുണ്ട്. और लो फिर बहती हुई एक नदी പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി, ഒഴുകുന്ന നദിയുണ്ട്. ഉണ്ടോ? ഒഴുകുന്ന നദിയുണ്ട്. പിന്നെ എന്താണുള്ളത്?
ഇസ്കെ കിനാരെ അതിൻ്റെ തീരത്ത്, ഈ നദീ തീരത്ത്, ഒഴുകുന്ന നദിയുടെ തീരത്ത്. ഇസ്കെ കിനാരെ ബസ, ബസ പറഞ്ഞ വസിക്കുന്ന, താമസിക്കുന്ന, അതിൻ്റെ തീരത്ത് താമസിക്കുന്ന. തുമാരാ ഹമാരാ ഗർ നിങ്ങളുടേതും ഞങ്ങളുടേതുമായ വീടുകൾ. അതിൻ്റെ തീരത്ത് താമസിക്കുന്ന, അതായത് അതിൻ്റെ തീരത്ത് വീട് വെച്ച് ആളുകൾ താമസിക്കൂലേ, അപ്പം അങ്ങനെ താമസിക്കുന്നവരുടെ വീടുകളും അവിടെ ഉണ്ട്. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ അവിടെ ഉണ്ട്. നിങ്ങളുടെയും, അതായത് നമ്മുടെ വീടാണ് അവിടെ, നമ്മുടെ വീട് അവിടെ ആ ഭൂമിയിൽ ആ ഇതിൻ്റെ തീരത്തായിട്ടാണ് നമ്മളെല്ലാവരും വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീടുകളും അതിൻ്റെ പരിസരത്തായിട്ടൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഹമാര ഗർ ഗാവ് യാ ഷഹർ, പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ വീട്, പിന്നെ ഗ്രാമം, ഗാവ് ഗ്രാമം, പിന്നെയോ ഷഹർ പട്ടണം. ഗ്രാമമുണ്ട്, പട്ടണമുണ്ട്. ഗ്രാമത്തിന്റെ ചിത്രം ഇവിടെ കാണുന്നുണ്ടോ? പട്ടണത്തിന്റെ ചിത്രം, ഗ്രാമമുണ്ട്, എന്താ പട്ടണമുണ്ട്. അപ്പൊ അത്രയും ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ. ചിത്ര के दूसरे भाग में यही नदी अपने चारों तरफ का पानी लेकर उसी समुद्र में मिलती दिखती है. എന്താണ്? ചിത്രക്കെ ദൂസരേ ഭാഗമേ, ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഈ നദി അതേ കടലിനെ ചുറ്റിപ്പറ്റിയുള്ള വെള്ളവുമായി കൂട്ടിമുട്ടുന്നു. സമുദ്രമേ മിൽത്തി ദിഖ്തി ഹെ, സമുദ്രത്തിലേക്ക്, ഉസി പാനി ലേക്കർ, ആ വെള്ളം കൊണ്ട് എവിടേക്ക് എത്തുന്നതായിട്ട് കാണുന്നു? സമുദ്രത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. ചിത്രക്കെ ദൂസരേ ഭാഗമേ യഹി നദി അപ്പനെ ചാരോം തരവക്ക പാനി ലേക്കർ, ഈ നദി ചുറ്റിലുമുള്ള വെള്ളവുമായിട്ട് സമുദ്രമേ മിൽത്തി ദിഖ്തി ഹെ, സമുദ്രത്തിലേക്ക് ചേരുന്നു, കൂടിച്ചേരുന്നതായിട്ട് കാണുന്നു. കണ്ടോ? അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് ആരോ മാർക്ക് ഇട്ടിട്ട്. ഇങ്ങനെ പോയിട്ട് എവിടേക്ക് ചേരുന്നു? സമുദ്രത്തിലേക്ക് ചേരുന്നു. ചിത്ര മേ കുച്ച് തീർ ബി ബനെ രഹത്തെ ഹേ, ചിത്രത്തിന് ആ കാണാൻ വേണ്ടിയിട്ട് എന്താണ്? തീര് പറഞ്ഞ അമ്പ്, ഇതങ്ങനെ അമ്പടയാളം ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അതാണ്. ആ ചിത്രത്തിനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് തന്നിട്ടുണ്ട്? കുച്ച് തീർ, കുറച്ച് അമ്പടയാളങ്ങൾ, ആരോ മാർക്കുകൾ തന്നിട്ടുണ്ട്. समुद्र से उड़ी भाप बादल बनकर पानी में बदलती है और फिर इन तीरों के सहारे जल की यात्रा एक तरफ से शुरू होकर समुद्र में वापस मिल जाती है. ജൽചക്ര പൂരാ ഹോ ജാത്താ ഹെ. അപ്പോൾ ജലചക്രം എന്താണെന്നാണ് പറഞ്ഞത്. ഈ ആരോ മാർക്കിന് ഇങ്ങനെ ഈ തീർ പോകുന്നത് എങ്ങോട്ടാണ്? നേരെ മേലോട്ടേക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? ഈ ജലചക്രം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചക്രം, ഈ ചക്രമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്, ഇങ്ങനെ ചക്രമായിട്ട് ഇങ്ങനെ വരുന്നു. കണ്ടോ? ഈ ആരോ മാർക്ക് ഇങ്ങനെ പോണോ നോക്കുക, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീണ്ടും സമുദ്രത്തിലേക്ക് വരുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? സമുദ്രസേ ഉടി ബാപ്പ് ബാദൽ ബൻകർ, സമുദ്രത്തിൽ നിന്നുണ്ടാകുന്ന നീരാവി മേഘമായിട്ട്, പാനീയമേ ബദൽത്തി ഹെ, മഴയായി പെയ്യുന്നു. इन तीरों के सहारे जल की यात्रा एक तरफ से शुरू होकर समुद्र में वापस मिल जाती है. ഈ ജലചക്രത്തിന്റെ, ഈ അമ്പുകളുടെ സഹായത്തോടെ ജലത്തിന്റെ യാത്ര ഒരു വശത്ത് നിന്ന് ആരംഭിച്ച് വീണ്ടും കടലിൽ തന്നെ കൂട്ടിമുട്ടുന്നു. ജലചക്രം പൂർത്തിയായി. ഓക്കെ, ജലചക്ര പൂരാ ഹോ ജാത്താ ഹെ, ജലചക്രം പൂർത്തിയായി. यह तो हुई जल चक्र की किताबी बात. എന്താണ്? യഹ് തോ ഹുയി ജലചക്ര കി കിതാബി ബാത്ത്, ഇതാണ് ജലചക്രത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തക തുല്യമായ ചർച്ച. യഹ് തോ ഹുയി ജൽചക്ര കി കിതാബി ബാത്ത്, പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതാണ് ഇവിടെ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് കാണിച്ചു തന്നത്. पर अब तो हम सबके घरों में, स्कूल में माता पिता के
कार्यालय में कारखानों और खेतों में पानी का कुछ अजीब सा चक्कर सामने आने लगा है. ഇനി എന്ത് ചക്രമാണ് കാണിക്കാൻ പോകുന്നത്? वह तो हुई जलचक्र की किताबी बात पर अब तो हम सबके घर में. പക്ഷേ ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഗരോമേം വീടുകളിൽ, സ്കൂൾമേം സ്കൂളുകളിൽ, മാതാപിതാക്കെ കാര്യാലയമേം മാതാപിതാക്കളുടെ കാര്യാലയത്തിലും, അതുപോലെ തന്നെ കാർഖാനോമേ ഫാക്ടറികളിലും, കാര്യാലയം പറഞ്ഞാൽ ഓഫീസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ഓഫീസിലും അതുപോലെ തന്നെ എന്താണ് ഫാക്ടറികളിലും, ആർഗേത്തോമേ കൃഷിയിടങ്ങളിലും, പാനിക്ക കുച്ച് അജീബ് സാ ചക്കർ സാമനെ ആനെ ലഗാ ഹെ വെള്ളത്തിൻ്റെ ഒരു വിചിത്രമായ ചക്രം. ഇതിലൊക്കെ എന്താണ് വെള്ളവുമായി ബന്ധപ്പെട്ട ചില വിചിത്രമായ ചക്കർ സാമനെ ആനെ ലഗാ ഹെ. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുമ്പിലേക്ക് വരാൻ പോകുന്നുണ്ട്, പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. നലോ മേം അബ് പൂരേ സമയ പാനി നഹീം ആത്ത. നൽ പറഞ്ഞ പൈപ്പ്, നലോമേ എന്ന് പറഞ്ഞ പൈപ്പുകളിൽ, പൈപ്പുകളിലൂടെ അബ് പൂരേ സമയ പാനി നഹി ആത്ത എപ്പോഴും വെള്ളം വരാറില്ല. ടാപ്പിലൂടെ വെള്ളം എപ്പോഴും വരുന്നില്ല. नल गोलो तो उससे पानी के बदले सूखी आवाज आने लगती है. नल गोलो तो ടാപ്പ് തുറക്കുന്ന സമയത്ത്, ടാപ്പ് തുറന്നാൽ വെള്ളത്തിന് പകരം ഒരു ഫിസ് എന്നുള്ളൊരു സൗണ്ടാണ് വരിക. ഫിസ് എന്നുള്ളൊരു ശബ്ദം വരും. ആവാസ് പറഞ്ഞ ശബ്ദം, അതായത് ഫസ്റ്റ് തന്നെ ടാപ്പ് തുറക്കുമ്പോൾ അതിൽ വെള്ളം ഇല്ലെങ്കിൽ വരുന്ന ശബ്ദമാണ്. പാനി ആത്താ ബി ഹേ തോ ബേവക്ത്. പാനി ആത്താ ബി ഹേ തോ ബേവക്ത്. വെള്ളം വന്നാലും അത് അപൂർവ സമയങ്ങളിൽ മാത്രമാണ് വരുന്നത്. പാനി ആത്താ ബി ഹേ തോ വെള്ളം വരികയാണെങ്കിലും, ബേവക്ത് അപൂർവ സമയങ്ങളിൽ, വക്ത് പറഞ്ഞ സമയം, ബേവക്ത് പറഞ്ഞാൽ അപൂർവ സമയങ്ങളിലാണ് വെള്ളം വരുന്നത്. കബി ദേർ രാത് കോ തോ കബി ബഹുത്ത് സബേരെ. എങ്ങനെയാണ് വരിക വെള്ളം? നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊന്നല്ല ടാപ്പിലൂടെ വെള്ളം വരിക. വെള്ളം വരുന്നത് എപ്പോഴാണ്? അതായത് വെള്ളത്തിന് പ്രയാസമുള്ള സമയം, ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് ആവശ്യത്തിന് കൊണ്ടുപോയി വെക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വെള്ളം അവർ വിചാരിക്കുന്ന സമയങ്ങളിലൊന്നും വെള്ളം കിട്ടുകയില്ല. പോയി നോക്കുന്ന സമയത്തൊന്നും വെള്ളം ഉണ്ടായിരിക്കില്ല. പക്ഷേ വെള്ളം എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം എന്ത് ചെയ്യണം? പിടിച്ച് ശേഖരിച്ച് വെച്ചിരിക്കണം. കബി ദേർ രാത്തുക്കോ. അപ്പം വരുന്ന സമയം എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ ദേർ രാത്രി കുറേ വൈകിയ സമയത്തായിരിക്കും വെള്ളം വരിക. കുറേ രാത്രിയായിട്ട് 11 മണി 12 മണി അങ്ങനെയൊക്കെയുള്ള സമയത്തിൽ പറയുന്നില്ല, ഏകദേശ സമയം പറഞ്ഞതാണ് കേട്ടോ. വളരെ വൈകിട്ടാണ് വെള്ളം വരുന്നത്. കബി ബഹുത്ത് സബേരെ. ഇടയ്ക്കാണെങ്കിലോ അതിരാവിലെ നല്ല സുഖനിദ്രയുള്ള സമയത്തായിരിക്കും അല്ലേ. എല്ലാവർക്കും നല്ല ഉറങ്ങാൻ, നല്ല തണുപ്പായിട്ട് മൂടി പുതച്ചുറങ്ങാനൊക്കെ ഒരു താല്പര്യമുള്ള സമയത്തായിരിക്കും രാവിലെ വെള്ളം വരുന്നത്. ചിലപ്പോഴെങ്ങനെയാ വരുന്നത്? ബഹുത്ത് സബേരെ, അതിരാവിലെ. मीठी नींद छोड़कर घर भर की बाल्टियां बर्तन और गड़े भरते फिरो. എന്താണ് മീട്ടി നീന്ത്? മീട്ടി നീന്താണ് സുഖനിദ്ര, നല്ല മധുരമായിട്ടുള്ള ഉറക്കാണ്, സുഖനിദ്രയിലാണ്. ആ സമയത്താണ് വെള്ളം എടുക്കാൻ പോവേണ്ടി വരിക അല്ലേ. മീട്ടി നീന്ത് ചോടുക്കർ, സുഖനിദ്ര ഉപേക്ഷിച്ച്, ഗർ ബർക്കി ബാൽട്ടിയ, വീട്ടിലുള്ള മുഴുവൻ ബക്കറ്റുകളും വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ വെള്ളം വരികയാണെങ്കിൽ എന്താ ചെയ്യുക? വീട്ടിലുള്ള എല്ലാ ബക്കറ്റുകളും, അതുപോലെ തന്നെ ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം, വീട്ടിലുള്ള എല്ലാ ബക്കറ്റുകളും പാത്രങ്ങളും, और ഗഡെ പറഞ്ഞാൽ കുടവും, ബർത്തേ ഫിരോ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചുറ്റി നടക്കേണ്ടി വരും. ഫിർന എന്ന് പറഞ്ഞാൽ ചുറ്റി കറങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഫിരോ
അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങണം, വെള്ളം എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ ശേഖരിച്ച് വെക്കാൻ വേണ്ടി. പാനി को लेकर कभी कभी कहीं कहीं आपस में तू तू मैं भी होने लगती है. പാനിക്കോ ലേക്കർ വെള്ളം കാരണം, പാനിക്കോ ലേക്കർ പറഞ്ഞാൽ വെള്ളം കാരണം ചില സമയങ്ങളിൽ വെള്ളത്തിനെ കുറിച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പാനിക്കോ ലേക്കർ വെള്ളം കാരണം, കബി കബി ഇടയ്ക്കിടയ്ക്ക്, കഹീം കഹീം ആപ്പസ്മേ എന്ന് പറഞ്ഞാൽ പരസ്പരം, അതായത് കുടുംബത്തിലുള്ളവർ തമ്മിൽ, തൂ തൂ മേ ഞാൻ നീ എന്നുള്ള തർക്കം, ബി ഹോനയിലേക്ക് താഹെ അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾ തമ്മിൽ അവർക്കിടയിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ഇന്നലെ കൊണ്ടുവന്നു, ഇനി ഇതൊന്നും ഈ കൊണ്ടുവരും, ഇന്നലെ രാത്രി ഞാൻ കൊണ്ടുവന്നതാണ്, രാവിലെയുള്ള ഈ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഞാൻ നീ എന്ന തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. रोज रोज के इन झगड़े ठंडों से बचने के लिए कई घरों में लोग नालों के पाइप में मोटर लगवा लेते हैं. इससे कई घरों का पानी खींचकर एक ही घर में आ जाता है. रोज रोज के इन झगड़े ठंडों से എല്ലാ ദിവസവുമുള്ള നിത്യവുമുള്ള ഇൻ ജഗഡേ ടെൻഡോൻസെ ഈ വഴക്ക്, എല്ലാ ദിവസവും വീടുകളിൽ ഈ എന്താണ് നലോക്കെ, നല പറഞ്ഞാൽ ടാപ്പ്, പൈപ്പുമായിട്ട് വെള്ളം എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഈ തർക്കം, ഈ വഴക്ക്, ഗരോമേ ലോഗ് നലോക്കെ പൈപ്പ് മേ മോട്ടർ ലഗാവാലെത്താ ഹേ, മോട്ടറുകൾ സ്ഥാപിക്കാറുണ്ട്. വെള്ളം കൊണ്ടുവരാനുള്ള ആ പ്രശ്നം വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യാറുള്ളത്? മോട്ടർ ലഗാവാലെത്താ ഹേ, ചിലരെന്ത് ചെയ്യാറുണ്ട്? മോട്ടർ വെക്കാറുണ്ട്, സ്ഥാപിക്കാറുണ്ട്. इससे कई घरों का पानी खींचकर एक ही घर में आ जाता है. इससे ഇക്കാരണത്താൽ കൈ ഘരോം കാ പാനി പല വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് പൈപ്പിൽ വെള്ളം വരുമ്പോൾ അത് ഒരുപാട് വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമായിരിക്കും അല്ലേ, നമുക്ക് സ്വന്തം എടുക്കാനുള്ളതായിരിക്കില്ല. ആ പരിസരത്തുള്ള എല്ലാ വീടുകളിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒരു ഭാഗത്തുള്ള പൈപ്പിലേക്ക് വരിക. അപ്പോൾ ഘരോം കാ പാനി ഗീഞ്ചിക്കർ പല വീടുകളിലേക്കുമുള്ള വെള്ളം, ഗീഞ്ചിക്കർ ഏക് ഹി ഘർ മേ ആ ജാത്താ ഹേ, അത് ഒരു വീട്ടിലേക്ക് തന്നെ ഫുള്ള് വലിച്ചെടുത്തിട്ട് പോകുന്നു. അതായത് മോട്ടർ ഉണ്ടല്ലോ, അപ്പം മോട്ടറിന് ആ വെള്ളം ഫുള്ള് എവിടേക്ക് പോകുന്നു? ഒരു വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഏകത്തോ अपने आसपास का हक छीनने जैसा काम है. ഇതെന്താണ്? ചുറ്റുപാടുകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. ഹക്ക് പറഞ്ഞ അവകാശം, ചീനന പറഞ്ഞ തട്ടിയെടുക്കുക, കവർന്നെടുക്കുക. എന്താ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ മോട്ടർ വെച്ച് മറ്റുള്ളവരുടെ വെള്ളം കൂടെ വീട്ടിലേക്ക് വലിച്ചെടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞത്? അപ്പനെ ആസ്പാസ് കാ ഹക്ക് ചീന്നെ ജൈസാ കാമഹേ, നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളുടെ, ചുറ്റുപാടുകളുടെ അവകാശങ്ങൾ, ഹക്ക് അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. ജൈസ തുല്യമായ പ്രവൃത്തിയാണ്, കവർന്നെടുക്കുന്ന ഒരു തുല്യമായ പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ചുറ്റുപാടുകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. ലേക്കിൻ मजबूरी मानकर इस काम को मोहल्ले में कोई एक घर कर बैठे तो फिर और कई घर ही करने लगते हैं. लेकिन मजबूरी मानकर എന്നാൽ അയൽപക്കത്തുള്ള ഒരു വീട് നിർബന്ധപൂർവം ഇത് ചെയ്യാൻ തുടങ്ങിയാൽ മറ്റ് പല വീടുകളും അത് ചെയ്യാൻ തുടങ്ങും. ലേക്കിൻ മസ്ബൂരി മാൻകർ ഇസ് കാം കോ മൊഹല്ലെ, മൊഹല്ലെ എന്ന പ്രദേശം, കൈ
കോയി ഏക്ക് ഗർ കർ ബൈട്ടേത്തോ, പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു വീട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വീട്ടിലുള്ളവർ, ആ വീട്ടുകാർ ഇങ്ങനെ പൈപ്പിലെ വെള്ളം മോട്ടർ ഇട്ടിട്ട് അവർ ശേഖരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? അവരും ഇതേ പ്രവൃത്തി തന്നെ ചെയ്യാൻ തുടങ്ങും. അവരും മോട്ടർ വെക്കും, അവരും അങ്ങനെ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കും. फिर और कई घर यही करने लगते हैं, पानी की कमी और बढ़ जाती है. അപ്പം അങ്ങനെയാകുമ്പോൾ എന്താ വരുന്നത്? പാനിക്ക് കമ്മി, വെള്ളത്തിന്റെ കുറവ്, ബഡ് ജാത്തി ഹെ വർദ്ധിക്കുന്നു. അതങ്ങനെ മറ്റുള്ള വീടുകളും ചെയ്യാൻ തുടങ്ങുമ്പോൾ ജലക്ഷാമം കൂടുതൽ വർദ്ധിക്കുന്നു. शहरों में तो अब कई चीजों की तरह पानी भी बिकने लगा है. ഷഹർ പറഞ്ഞ പട്ടണം. ഷഹരോമേ തോ പട്ടണങ്ങളിൽ, അബ് കൈ ചീസോം കി തര പട്ടണങ്ങളിൽ ഇപ്പോൾ മറ്റു പല സാധനങ്ങളെയും പോലെ വെള്ളവും വിൽക്കാൻ തുടങ്ങുന്നു. ബിക്നെ ലഗാഹേ, തുടങ്ങിയിരിക്കുന്നു. എന്താണ്? വെള്ളം വിൽപ്പനയായിട്ട്, വെള്ളം മറ്റു വസ്തുക്കളൊക്കെ വിൽക്കുന്നത് പോലെ തന്നെ വെള്ളവും വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. യഹ് കമി ഗാവ് शहरों में ही नहीं बल्कि हमारे प्रदेशों की राजधानियों में और दिल्ली, मुंबई, कोलकाता, चेन्नई और बेंगलुरु जैसे बड़े शहरों में भी लोगों को भयानक कष्ट में डाल देती है. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? വെള്ളം, മറ്റു സാധനങ്ങൾ വിൽക്കുന്നത് പോലെ തന്നെ വെള്ളവും എന്താകുന്നു? വിൽക്കാൻ തുടങ്ങുന്നു. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മാത്രമല്ല, നമ്മുടെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിലും ഡൽഹി, മുംബൈ, കൊൽക്കത്ത, അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ വലിയ നഗരങ്ങളിലും ഈ ക്ഷാമം ആളുകളെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നു. മനസ്സിലായോ? ഈ കമി ഗാവ് ഷഹർ മേ ഹി നെയ്യ്, ഈ കുറവ്, ഈ വെള്ളത്തിന്റെ എന്താ പറയാ, ക്ഷാമം എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലോ പട്ടണത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. ബൽക്കി, മറിച്ച് ഹമാരെ പ്രദേശമൊക്കെ, നമ്മുടെ പ്രദേശത്തിന്റെ രാജധാനിയുമേ തലസ്ഥാനങ്ങളിൽ, അവർ ദില്ലി, മുംബൈ, ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ജൈസേ ബഡേ ഷഹരോമേ മുതലായ വലിയ വലിയ പട്ടണങ്ങളിൽ ലോകോം കാ ഭയാനക കഷ്ടമേ ഡാൽ ദേത്തേ ഹേ, ആളുകളെ, ആ നഗരത്തിലുള്ള ഈ ആളുകളെയൊക്കെ ഈ ജലക്ഷാമം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നു, ബുദ്ധിമുട്ടിലേക്ക് അവരെ തള്ളിവിടുന്നു എന്നാണ് പറഞ്ഞത്. देश के कई हिस्सों में तो अकाल जैसी हालत बन जाती है. देश के कई हिस्सों में तो, ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ അകാൽ ജൈസി ഹാലത്ത്, അകാൽ പറഞ്ഞ വരൾച്ച, വരൾച്ച മുതലായ അവസ്ഥ ഉണ്ടാകുന്നു. ഏതോ ഈ ഗർമിക്ക് മൗസം കി ബാത്ത്, എന്താണ്? രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജലക്ഷാമം ഉണ്ടാകുന്നു. വരൾച്ച, ജലക്ഷാമം ഉണ്ടായിട്ട് അവിടെ വരൾച്ച, അതായത് വളരെയധികം ജലത്തിനുള്ള ക്ഷാമമാണ് പറഞ്ഞത്. അകാൽ, അകാൽ പറഞ്ഞാല് നമുക്ക് വെള്ളം തീരെ കിട്ടാത്ത അവസ്ഥ. ഈ ഗർമിക്കെ മോസം, ഗർമിക്കെ മോസം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, വേനൽക്കാലത്തിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. വേനൽക്കാലത്തിന്റെ കാര്യം, മഴക്കാലത്തിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഒരുപാട് വെള്ളമുള്ള കാര്യം പറഞ്ഞല്ലേ, ജലചക്രം ഫസ്റ്റ് പറഞ്ഞു. പിന്നെ വേനൽക്കാലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് വേനൽക്കാലത്തിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് ഇന്ന് എടുക്കാം. ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നിങ്ങൾ ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക.